C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശിവ, ആ പെരുമാൾ സ്വാമിയുമായി അന്ന് ബന്ധമുണ്ടായിരുന്ന മുഴുവൻ പേരെയും നമുക്ക് കണ്ടുപിടിക്കണം. ആ സമയത്ത് അയാൾക്കൊപ്പം ലോറിയിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാർ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അയാളുമായി ബന്ധമുണ്ടായിരുന്ന മറ്റാൾക്കാർ, അങ്ങനെ എല്ലാവരെയും. അവരിൽ ആരിൽ നിന്നെങ്കിലും നമ്മൾ അന്വേഷിക്കുന്ന തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. ഞാൻ അന്വേഷിക്കട്ടെ. ഏട്ടത്തിയുടെ ജീവനെടുത്തത് ആരായാലും നമ്മളവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്റെ ജീവിതം അന്ന് ആ ആക്സിഡന്റിൽ തകർന്നുടഞ്ഞത്. എന്താ കഴിക്കുന്നില്ലേ? പേടിക്കണ്ട, ഇതിനകത്ത് വിഷമൊന്നും ചേർത്തിട്ടില്ല. അയ്യോ, നിന്നെ കുത്തിനോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. നീ തമാശ പറഞ്ഞതാണെങ്കിലും അതില് നിന്റെ വേദന മുഴുവനും ഉണ്ട് ജ്യോതി. അതെനിക്ക് മനസ്സിലാവും. അതൊക്കെ പോട്ടെ, നീ തൽക്കാലം ആഹാരം കഴിക്കേ. ഇല്ല ജ്യോതി, എനിക്കറിയാം ആ വീട്ടിലുള്ള ആരോ ഒരാളാ നിനക്ക് വിഷം തന്നത്. അതാരാണെന്ന് തെളിയും വരെ ഞാനും സംശയത്തിന് നിഴലില്ല. നീ അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. മായേ, നീ ഇത് കഴിക്കേ. വേണ്ട ജ്യോതി, ഞാൻ പോവുക. പക്ഷെ എന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുക, ഞാനത് ചെയ്തിട്ടില്ല. മായേ, നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും. എനിക്ക് വിഷം തന്നത് നീയാണെന്ന് DK അമ്മയും തെറ്റിദ്ധരിക്കുവോ? നീ അത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് നിനക്ക് മാനസിക സംഘർഷം കൂടും. എനിക്കതറിയാം. വിഷമിക്കണ്ട മായേ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കിനും ഞാൻ വരില്ല. നീ അമരാവതിയിലേക്ക് തിരിച്ചു പോണം. താരയും ചിത്രയൊക്കെ പക്വതയില്ലാത്ത കുട്ടികളാ. വിവേകപൂർവം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ആള് നീ തന്നെയാ. നീ അവിടെ ഉണ്ടാവണം. നീ അല്ല ഇത് ചെയ്തെന്ന് DKയോട് പറയണം. എന്നിട്ട് അമരാവതിയിലെ കാര്യങ്ങളൊക്കെ നോക്കണം. നീ അവിടുത്തെ മുതിർന്ന മരുമകളായി നീ അവിടെ തന്നെ ഉണ്ടാവണം. അയ്യോ ചേട്ടാ, സൂക്ഷിച്ച്. എന്നെ തൊട്ടുപോകരുതരും. ഞാൻ ആരാണെന്നറിയാമോ? ചേട്ടൻ വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഓടെ മുല്ലേ, ആർക്കാടാ എന്നെ കൊണ്ടുവിടാൻ ധൈര്യം? നീയൊക്കെ നോക്കിക്കോ, എന്റെ മോനെ കൊന്നവനെ ഞാൻ പീസ് പീസാക്കും. കേട്ടോടാ? ചേട്ടാ ഒന്ന് അടങ്ങ്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ടടാ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഏത് വീട്? ആരുടെ വീട്? തന്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോടോ DK? എന്റെ മോനെ കൊലയ്ക്ക് കൊടുത്തത് താനല്ലേ? ചേട്ടാ, ചേട്ടൻ വന്നേ, വണ്ടി കയറ്. ഞാനല്ലേ വിളിക്കുന്നത്. തൊട്ടുപോകരുത് തന്നെ. താനെന്നെ തുടരുത്. തന്നോടോ എനിക്കറിയോ, പ്രാന്താശുപത്രി ഞാനിപ്പോ വരുന്നത്. ദിവസവും നമ്മൾ എത്ര വാർത്തകളാ കേൾക്കുന്നത്.
മൈലിറ്റിൽ കണ്ണോ, നീ എന്നെ ചതിച്ചോ? ജ്യോതിക്ക് പോയിസം കൊടുത്തത് അവളാണെന്ന് അറിഞ്ഞപ്പോ ഞാനങ്ങ് വല്ലാണ്ട് വയലന്റായി. എന്നാലും അതുകൊണ്ട് അവളെ കൊണ്ട് അബദ്ധമൊന്ന് കാണിപ്പിച്ചേക്കല്ലേ എന്റെ കണ്ണ. എന്റെ കൃഷ്ണ, ഞാനിപ്പ അമ്മേ, ഒന്ന് അന്വേഷിക്കാൻ DKയോട് തന്നെ പറഞ്ഞാലോ? മൈ സൺ, ഡേഞ്ചർ, ടോട്ടൽ ഡേഞ്ചർ. ഡേഞ്ചറോ? ആ, ജയിലിൽ പോകാൻ റെഡി ആയിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ജയിലിൽ പോകാനോ? ആര്? എന്തിന്? ഇപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല, നാളെ നിനക്ക് മനസ്സിലായിക്കോളൂ. അമ്മ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എടാ, മായെ കാണാനില്ല. എടാ, അവളോടൊന്ന് പോയിട്ടേ എവിടെ ചെന്നിട്ടുമില്ല, അവളെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ്. എടാ, നീ എവിടെയെങ്കിലും പോയി തിരക്ക്, ഇല്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്ക. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവള് നേരെ അവളുടെ വീട്ടിൽ പോയി കാണും. അതല്ലെങ്കിൽ പോയ പോലെ തിരിച്ചു വരും. അമ്മ അതിനിങ്ങനെ വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളൊരു പ്രായപൂർത്തിയായ പെണ്ണാ. ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ടല്ലേ അവള് ജ്യോതിക്ക് വിഷം കലക്കി കൊടുത്തത്. അപ്പൊ പിന്നെ അവൾക്ക് ഏത് രാത്രിയിലും എവിടെയും പോകാനുള്ള ധൈര്യം ഉണ്ടാവും. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മോനെ, അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുന്ന എന്റെ പേടി. മായച്ചി, മാറിക്കടി, തൊട്ടുപോകരുത് തന്നെ. മായച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാനൊരു തെറ്റ് ചെയ്താ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്കൊരു മടിയുമില്ല. എന്നാ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പാപഭാരം ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളിൽ ആരും ഒരാളാ ജ്യോതിക്ക് വിഷം കൊടുത്തത്. എന്തായാലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജ്യോതിയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത് മായച്ചയായിരുന്നല്ലോ. അല്ല, താരേച്ചി അതിന് കൂട്ടുപ്രതിയാ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താ അത് ഞാനാണെന്ന് ഏറ്റു പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ജ്യോതിയെ ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവളെ വിഷം കൊടുത്ത് കൊല്ലേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനത് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ? നിങ്ങളിൽ ആരോ ഒരാള് കള്ളം പറയുകയാണ്. എന്തായാലും ഞാനല്ല ഇത് ചെയ്തതെന്ന് ജ്യോതിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്താനാ ഞാൻ അവളെ കാണാൻ പോയത്. ചിലർക്ക് കൂടെ നിൽക്കുമ്പോഴും കുഴിയിൽ തള്ളിയിടുന്ന ശീലമുണ്ട്. നീയോ ഗോകുലോ ബാലുവോ, നിങ്ങളിൽ 3 പേരിൽ ആരോ ഒരാളാ ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതാരാണെന്ന് തെളിയിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. നിക്കേ, നിന്റെ ഭാഗം നീ പറഞ്ഞു. പക്ഷെ എന്റെ നോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും തെറ്റുകാരാ. എന്നുവെച്ചാൽ സംശയത്തിന്റെ നിഴലിലാണ്. അത് തെളിയുന്ന ദിവസം കുറ്റക്കാരാരായാലും അവർ ഈ അമരാവതിക്ക് പുറത്താ. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. എല്ലാരും പ്രാർത്ഥിച്ചോ, മൈ ലിറ്റിൽ കണ്ണൻ ഒരു ദിവസത്ത് തെളിയിക്കും. അതുവരെയുള്ളൂ ഈ വീട്ടിലുള്ള നിങ്ങളുടെയൊക്കെ സമാധാനപരമായ ജീവിതം. മൈൻഡ് ഇറ്റ്. ദിവസങ്ങളോളം എന്നെ മിണ്ടാതിരിക്കും. എന്തായാലും പോയേക്കാം. അമ്മയ്ക്ക് സമാധാനാവട്ടെ.
മോൾ എന്താ ദേവിയോട് പ്രാർത്ഥിച്ചത്? എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആവണമെന്നാണോ? അതെ, എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സ് അനുവദിച്ചു കിട്ടണമെന്ന് തന്നെയാ പ്രാർത്ഥിച്ചത്. എന്റെ കുറ്റം കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? എന്താ സംശയം? കുറ്റപ്പെടുത്തലിന്റെ കൂരമ്പ് കൊണ്ട് എന്റെ മനസ്സ് മുറിഞ്ഞപ്പോഴാ ഞാൻ ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചത്. ഹിറ്റ്ലറെ, വന്നിരിക്ക. നിങ്ങൾ എത്തിയോ? ആ, സമയത്തിനെത്തുന്നതാണ് എന്റെ ഒരു ശീലം. അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ശരി, നിങ്ങൾ ഇരിക്കെ. ഞാൻ കൗൺസിലറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. രണ്ടുപേർക്കും ഡിവോഴ്സ് അത്യാവശ്യമാണോ? ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ നിങ്ങൾ ഈ പെറ്റീഷൻ നൽകിയത്? അല്ല, ഞങ്ങൾ പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനവും. ഭാര്യയും ഭർത്താവും തങ്ങളുടെ വിവാഹബന്ധം തുടർന്നു പോകാൻ കഴിയില്ലെന്ന് പരസ്പര സമ്മതത്തോടെ തീരുമാനിച്ചാൽ അവർക്ക് വിവാഹമോചനം നൽകണമെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. പ്രത്യേക കാരണങ്ങളൊന്നും അതിന് ബോധിപ്പിക്കേണ്ടതുമില്ല. പക്ഷേ നമ്മുടെ കോടതികൾ ഇത്തരം കേസുകളിൽ കുറച്ചുകൂടി മാനുഷികമായ പരിഗണന നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെയൊരു കൗൺസിലിംഗ് കോടതി നിർദ്ദേശിക്കുന്നത് തന്നെ. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ശരിയല്ലേ? അതെ സർ. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവർ തമ്മിൽ പരസ്പരം പിരിയുന്നതല്ലേ സർ നല്ലത്? യെസ് യെസ്, തീർച്ചയായും. എന്താ നിങ്ങളുടെ ഡിവോഴ്സിനുള്ള കാരണം? എന്തായാലും ഒരു കാരണം കാണുമല്ലോ. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. ഭർത്താവ് മദ്യപിക്കാറുണ്ടോ? ഇല്ല സർ. മർദ്ദിക്കാറുണ്ടോ? അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല സർ. സ്ത്രീധനത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലം? ഇല്ല സർ. അത് കൊള്ളാം. അപ്പോ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല? ഇല്ല സർ. പിന്നെ ഒരുമിച്ചാക്കാൻ നോക്കുന്ന എന്തിനാ? എടി പൊട്ടിക്കളി. തീർത്ത് ഒരുമിച്ച് പോകാൻ പറ്റാത്ത ബന്ധങ്ങൾക്ക് മാത്രമേ കോടതി ഡിവോഴ്സ് അനുവദിക്കൂ. അല്ല, പറ്റാഞ്ഞിട്ടല്ലേ കോടതി ചെല്ലുന്നത്? എന്റെ ദൈവമേ, പിരിയാൻ പോയിട്ട് ഡിക്കും ജോഡിയും കൂടി കോടതി കൂട്ടിച്ചേർത്ത് വിടുവോ? എന്നാ പിന്നെ അതോടെ എല്ലാം തീർന്നു. ആ പേടി എനിക്കും ഇല്ലാതില്ല. കോടതി മീഡിയേഷനിൽ തീരുമാനിക്കുന്നത് എന്തായാലും അത് നേരിട്ടേ പറ്റൂ. എന്തായാലും കളിച്ച് കളിച്ച് നിങ്ങൾ അവരെ കോടതി വരെ എത്തിച്ചു. ഇനി കോടതി തീരുമാനിക്കട്ടെ അവരൊരുമിച്ച് ജീവിക്കണോ വേണ്ടയോന്ന്. കോടതി തീരുമാനിച്ചാലും അവരൊരിക്കലും ഒരുമിക്കില്ല. ആര് പറഞ്ഞു? ചിലപ്പോ അങ്ങനെ സംഭവിച്ചാലോ? കൗൺസിലർ അവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പറയുന്നു തന്നെയാ എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് അവര് തമ്മിൽ പിരിയാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്ക്. ചിലപ്പോ നടന്നേക്കും. അവൾ
അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ മായച്ചി? ഇനി അവളെ തിരിച്ചു വരാൻ വേണ്ടി ഇവള് വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് എന്റെ സംശയം. മനസമാധാനം പോയല്ലോ. എന്റെ പൊന്നു കോടതി, ഞങ്ങളെ ചതിച്ചേക്കല്ലേ. എന്തായാലും വരുന്നത് നേരിട്ടേ പറ്റൂ. ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരോടും സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഒരു ഡിവോഴ്സിന് ആവശ്യമായ ഒരു പ്രശ്നവും നിങ്ങൾ തമ്മിലില്ല. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം പറയാം. എന്തായാലും കോടതി 6 മാസം കഴിഞ്ഞ് കേസ് പരിഗണിക്കുന്നതുവരെ നിങ്ങൾ ഒരുമിച്ചൊന്ന് ജീവിച്ചു നോക്ക്. ചിലപ്പോ ഇതുവരെ ഉള്ളതൊക്കെ മാറി നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാലോ? നോ, നോ ചാൻസ്. ഇല്ല സർ, ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ല. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. ഈ 6 മാസം നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു തന്നെ ജീവിക്കണം. ഭാര്യയുടെ താൽപര്യങ്ങൾക്ക് ഭർത്താവും ഭർത്താവിന്റെ താൽപര്യങ്ങൾക്ക് ഭാര്യയും തുല്യ പരിഗണന നൽകണം. എന്നിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സിലേക്ക് പോകാം. എന്താ? അമ്മ എവിടെ? എന്റെ ദേവി, എന്റെ പ്രാർത്ഥന നീ കേൾക്കില്ലേ? അവരെ സിമ്പിളായിട്ട് തന്നെ നീ തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ലൈഫ് വേണ്ട. ഈ നിമിഷം എന്റെ പ്രാണൻ തിരിച്ചെടുത്താൽ മതി. എന്റെ കുട്ടികളില്ലാത്ത ലൈഫ് എനിക്ക് വേണ്ട. ബേട്ടി, അമ്മയുടെ ബേട്ടി തന്നെയാ. അമ്മയ്ക്കിപ്പോ സന്തോഷമായില്ലേ? മൈസൻ, താങ്ക് യു മൈസൻ. എന്റെ ബേട്ടിനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. ദേവി, താങ്ക് യു സോ മച്ച്. അമ്മേ വാ വാ വാ. മായച്ചി, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൾക്ക് നല്ല ബെസ്റ്റ് ടൈമാ, കണ്ടില്ലേ? സ്വയം വെച്ചൊഴിഞ്ഞിട്ട് പോയാലും പിന്നെയും ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. ഏത് ദൈവം? കോടതി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന? അങ്ങനെയൊന്നും ആരും അത്ര പെട്ടെന്ന് എവിടേക്കും താഴ്ന്നു പോവില്ല. അപ്പൊ കാണാം. ഇനി ഒരു 6 മാസം കൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത്രയും സമയം കൂടി നമുക്ക് എലിയും പൂച്ചയും കളിക്കാം. അപ്പൊ ശരി, ഞാൻ DKയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഓ, പറയാം. നീ കുറച്ച് വെള്ളം എടുക്ക. അച്ഛാ, എന്തായി പോയിട്ട്? രാജീവേട്ടന്റെ അച്ഛനും അമ്മയും കണ്ടോ? കണ്ടോ? ചങ്ക പൊട്ടിപ്പോയി മോളെ.
ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വന്നല്ലോ ഈശ്വര. എന്തായി സുധേട്ടാ, അവരെന്താ പറഞ്ഞത്? ആ അമ്മ എന്നെ ശപിച്ചു കാണും. ഞാൻ കാരണമല്ല എല്ലാം സംഭവിച്ചത്. അവരൊന്നും പറഞ്ഞില്ല, ശപിച്ചതുമില്ല. എന്തെങ്കിലും പറയാൻ അവർക്ക് സ്വബോധം വേണ്ടേ? അവര് വീട്ടിലില്ല, ആശുപത്രിയില്ല, ഭ്രാന്താശുപത്രിയില്ല. അവരിപ്പോ ഒരു മുഴുഭ്രാന്തിയായിട്ട് മാറി. ഈ മുറി നിനക്കെന്താ അവകാശം? ഇത് എന്റെ മുറിയാ. നോ, അത് പണ്ട് കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഈ മുറിയുടെ തുല്യ അവകാശിയാ ഞാൻ. ഉദാഹരണത്തിന് ഈ കട്ടിലിന്റെ പാതി അവകാശി ഇപ്പൊ ഞാനാ. എന്ന് പറഞ്ഞ ഇന്നു മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഈ കട്ടിലില് കിടന്നുറങ്ങാൻ പോകുന്നേന്ന്. അത് നടക്കില്ല. പണ്ടത്തെ പോലെ നീ സോഫയെ കിടന്നാ മതി. അത് പറ്റില്ല ഹിറ്റ്ലറെ. അതെനിക്ക് കോടതി തന്ന അവകാശം നിഷേധിക്കില്ല. ഞാൻ പോയി കോടതിയെ അറിയിക്കും. എന്ത്? എന്നെ നിങ്ങൾ കൂടെ കടത്തുന്നില്ലാന്ന്. നാണം കെട്ടവൾ. ഇത് നാണക്കേടൊന്നുമല്ല, എന്റെ അവകാശമാ. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കട്ടിലിൽ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ദേ, കോടതി ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാനത് വായിച്ചേൽപ്പിക്കണോ? അല്ലെങ്കിൽ വേണ്ട, ഇനിയും കോടതി പോയിട്ട് വരുമല്ലോ. അപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഞാൻ പറയും. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊരു സെൽഫി എടുത്താലോ? വേണ്ട. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞേ? അയ്യേ, മീശ ശരിയായില്ല. നിക്ക്, ഇങ്ങോട്ട് തിരിയ്, ഞാൻ ശരിയാക്കി തരാം. മാറങ്ങോട്ട്. ആഹാ, ഇത് കൊള്ളാം, പൊളിച്ചു. ഇത് ഇപ്പൊ തന്നെ സ്റ്റാറ്റസ് ആക്കി. വേണ്ട. വേണം. വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ചെയ്യും. ഇല്ല. ഇങ്ങോട്ട് ഫോൺ തടി. ഇല്ല. ഫോൺ ഇങ്ങോട്ട്. ബെഡിൽ നിന്ന് ഇറങ്ങി. ബെഡിൽ നിന്ന് ഇറങ്ങാനേ? ഇല്ല, ഇന്ന് തൊട്ട് ഈ പോർഷൻ എന്റേതാ. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പുറത്ത് കിടന്നു. ഈശ്വര, പിന്നെ രാത്രി അറിയാതെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നേക്കല്ലേ, പറഞ്ഞേക്കാം. നിന്നെ കെട്ടിപ്പിടിക്കാൻ എന്റെ പട്ടി വരും. പക്ഷെ രാത്രി പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. എണീറ്റ് പുറത്തേക്ക് ഓടി. മോനെ തിരക്കി വീടിന് ചുറ്റും ഓടി നടന്നു. ഒടുവിൽ വളരെ ബുദ്ധിമുട്ടിയാ ഞാനിവിടെ പിടിച്ചോണ്ട് വന്നത്. അന്നിവളുടെ മാനസിക നില തെറ്റിയതാ മോളെ. ഇനിയും എത്ര നാള് ഇവളീ കിടപ്പ് തുടരുമെന്ന് ഒരു രൂപവുമില്ല. അച്ഛ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ എതിർപ്പ് പറയരുത്. എന്താ മോളെ? രാജീവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. രാജീവേട്ടനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചവളാ ഞാൻ. അമ്മയുടെ അവസ്ഥയ്ക്ക് ഞാനാ കാരണക്കാരി. ആ കുറ്റബോധത്തിൽ നിന്ന് ഈ ആയുസ്സിൽ എനിക്ക് രക്ഷപ്പെടാനാവില്ല അച്ഛ. അച്ഛ, അതുകൊണ്ട് ഞാൻ വേണ്ട മോളെ,
അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോകാനുള്ളവൻ പോയി, ഇവളിങ്ങനെയുമായി. ഞങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ആർക്കും ഒന്നുമില്ല മോളെ. എന്നോട് നിനക്ക് എന്തും പറയാം, എന്തും ആവശ്യപ്പെടാം. നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ബോധ്യായി. എന്റെ രാജീവേട്ടനെ നിങ്ങൾ കൊന്നു. ഭാര്യയുള്ള നിങ്ങൾ ഡിവേഴ്സ് ആവാൻ പോകുന്നു. ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ എന്നെ സ്നേഹിച്ചത്. സത്യത്തിൽ നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ? ഞാനോ? എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് കാണാൻ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനോട് തോന്നുന്ന ഒരു കൗതുകം, പ്രായത്തിന്റെ പക്വതയില്ലായ്മ, ജീവിതം അറിയാത്തതിന്റെ മണ്ടത്തരം. ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു, നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിച്ചു. പക്ഷെ നിങ്ങൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോ, സ്വന്തം ഭാര്യയെ എനിക്ക് വേണ്ടി കൊല്ലാൻ ശ്രമിച്ചപ്പോ എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഞാൻ പിന്മാറി. പക്ഷെ നിങ്ങൾ എന്നെ വിട്ടില്ല. ഇപ്പൊ എന്തോ വീരകൃത്യം ചെയ്യുന്ന പോലെ എന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടി. അത് മോള് വലിച്ചു പൊട്ടിച്ചില്ലേ? ആ കുറ്റബോധം മോളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിപ്പൊ തന്നെ പരിഹാരം ചെയ്യാം. എന്ത് പരിഹാരം? മോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് താലിയും കെട്ടിയേക്കാം. പെണ്ണുങ്ങൾക്ക് താലി കെട്ടിക്കൊടുക്കുന്നത് നിങ്ങൾക്കൊരു വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് കെട്ടിക്കൊടുക്കാനുള്ള താലി നിങ്ങളുടെ പോക്കറ്റിലുണ്ടെന്നും എനിക്കറിയാം. ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും യഥാർത്ഥം നിങ്ങൾ ആരാണെന്ന് മറ്റാർക്കും അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ചിത്ര എന്നോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ആയിന്ന്. ഞാനിതൊക്കെ പറഞ്ഞതേ ഇനിയെങ്കിലും നിങ്ങളെ തിരുത്തുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ എനിക്ക് ഈ ശല്യം അവസാനിപ്പിച്ചേ പറ്റൂ. എന്റെ ലൈഫ് നശിച്ചാലും ഞാൻ കാരണം എന്റെ കുടുംബത്തിനോ ഡി.കെയുടെയും ചേച്ചിയുടെയും ജീവിതത്തിനോ ഒരു കുഴപ്പം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. അത് പറയാന് നിങ്ങളെ വിളിച്ചത്. മോളെ, നീ പറഞ്ഞതൊക്കെ സത്യവാ. പക്ഷേ ഞാനതൊക്കെ ചെയ്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. സ്നേഹം? ഇറച്ചിക്കടക്കാരന് അറക്കാൻ വാങ്ങിക്കുന്ന മൃഗത്തിനോട് സ്നേഹം. എത്ര കിലോ ഇറച്ചി കൂടുതൽ കിട്ടുമെന്നുള്ള സന്തോഷം. അതേ സന്തോഷമാ നിങ്ങളുടെ കണ്ണിൽ ഞാൻ കാണുന്നത്. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എന്റെ പിന്നാലെ വരും. സമാധാനമായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ എന്റെ ജീവിതം എറിഞ്ഞുടയ്ക്കാൻ തീരുമാനിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.